എടി ആൻസി, ഡീ ഇതെവിടെ പോയി കിടക്കണം? എടി ആൻസി, എന്റെ അമ്മേ. എടി ആൻസിയേ, ഇവളിത് എവിടെ പോയി കിടക്കണം? ഗുഡ് മോർണിംഗ്. എന്താടി നിന്റെ ചുണ്ടത്ത് വല്ല പാറ്റയും കടിച്ചോ? നിന്റെ ചുണ്ടത്ത് വല്ല പാറ്റയും കടിച്ചോന്ന്? പാറ്റയോ? ആ, നിന്റെ ചുണ്ടത്ത് എന്താ? എവിടെ? ഇവിടെ നോക്ക്. നിക്ക് നീ. നിനക്കപ്പോ ഒന്നും ഓർമ്മയില്ലേ? എന്തെന്നോ? കഴിഞ്ഞ രാത്രി നീ ഒന്ന് റിവൈൻഡ് ചെയ്തേ. നീ ആ പൊടിയാണ് ഡിവൈഡ് ചെയ്യടാ. അവന്റെ യോഗമല്ലടാ, എവിടെ ചെന്നാലും പെണ്ണും. ഒരു മിനിറ്റിനുള്ളിൽ അവളുടെ ഒരു അടിപൊളി സാധനം ഇപ്പൊ എനിക്ക് കിട്ടും. നീ ഇങ്ങനെ മണപ്പിച്ച് നിൽക്കാണ്ട് പോയി പൊളിക്കുമുത്തേ. വന്നടാ, വന്നു. അവളുടെ പൊളി ഐറ്റം വന്നിട്ടുണ്ട്. ഒന്ന് കാണിച്ചതാടാ. എന്താടാ പെണ്ണും പൊടിയും, അതൊരു അടിപൊളി കോമ്പിനേഷനാടാ. നീ പോയി പൊളിക്കടമുത്തേ. അതൊരു സുഖാടാ, ഇങ്ങനെ മണപ്പിച്ച് 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 ഇങ്ങനെ നടക്കാൻ. യോഗോടാ, രാജയോഗം. ഇവള് എന്നെയും കൊണ്ട് പോവുള്ളൂ പണ്ടാരം. നീ ഉറങ്ങോട്, ഞാൻ പോവാ. അവളുടെ നീ അടിയുടെ ടീമേ. ഹായ് മമ്മി. നിങ്ങൾ ഇറങ്ങിയോ? നോ മമ്മി, അക്കി ഈസ് നോട്ട് ഹിയർ. വൈലേറ്റ് ഇതുവരെ വന്നില്ലേ? അവൻ ഇപ്പോഴും നോ ചേഞ്ച് മമ്മി. കുറെ നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാ. മെഹന്തി മാരേജ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. അവൻ എന്തുമ്പോ വിളിക്ക്. ഓ, വന്നെന്ന് തോന്നുന്നു. This is too much. എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യണു. ഡിന്നർ കഴിഞ്ഞപ്പോ എല്ലാരും പോയി കാണും. എന്റെ വീട്ടില് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? അതിന് സൗകര്യമുള്ളവർ ഇവിടെ നിന്നാ മതി. എനിക്ക് എന്തെങ്കിലും ചോദിക്കാൻ പോലും വയ്യ. അയ്യോ, എന്താക്കിയത്? എണീറ്റേ. റിലാക്സ്. Why you drank so much?
വേണ്ടക്കി, നമുക്ക് ഇനി എങ്ങും പോണ്ട. റിലാക്സ്. എന്താ മോളോ? ഞാനോ? നീ ഒരു കാര്യം കൂടി മറന്നില്ലേടാ? ഞാനും നീയും ഒരമ്മയുടെ വയറ്റിൽ നിന്നാന്ന്. മയക്കുമരുന്നിനടിമയായി ഒരു മൃഗമായി മാറി സ്വന്തം സഹോദരിയെ വരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ എത്രയോ ഭയാനകമായ ഒന്നാണ്. ദിനംപ്രതി വരുന്ന വാർത്തകൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഡ്രഗ്സിനെതിരെ പ്രതിരോധിക്കാൻ കാവൽക്കാരായി നമുക്കും ഒരുമിക്കാം. വരുന്ന തലമുറയുടെ ശോഭനമായ ഭാവിക്കായി.